ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ആശ്വാസം തരുന്ന വാക്കുകൾ പോലും കേൾക്കാനാവാതെ ചുറ്റുമുള്ള വാർത്തകളും സംഭവങ്ങളും കൂടുതൽ ഭയവും ആശങ്കയും മാത്രം നിറച്ചിട്ടുണ്ടോ? ഇത്തരം നിമിഷങ്ങൾക്കായി തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക വചനഭാഗമുണ്ട്. സങ്കീർത്തനം 46. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46:1 ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പുരാതന കാലത്ത് നഗരങ്ങൾക്ക് അഭയകേന്ദ്രമായിരുന്നത് വലിയ കോട്ടകളായിരുന്നു. ശത്രുക്കൾ ആക്രമിച്ചാൽ മനുഷ്യർ കോട്ടയ്ക്കുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സങ്കീർത്തകൻ 46:1-2 തിരുവചനങ്ങളിൽ പറയുന്നത്, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ഇന്നത്തെ ലോകത്ത് നമ്മൾ അഭയം തേടുന്നത് പല കാര്യങ്ങളാണ്. സമ്പത്ത്, ബന്ധങ്ങൾ, അധികാരം, ഇവയൊക്കെ. യഥാർത്ഥ സുരക്ഷ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 46:4-5 തിരുവചനങ്ങൾ നമ്മളുടെ ആന്തരികമായ ദൈവത്തിൻ്റെ ഇടപെടലുകളെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. യെരുശലേമിൽ വലിയ നദികളൊന്നുമില്ലായിരുന്നു. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുന്ന ആന്തരിക സമാധാനമാണ്. യുദ്ധങ്ങളുടെ ഗർജനം ചുറ്റുമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു നദി പോലെ നമ്മെ പുതുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കൊടുങ്കാറ്റുണ്ടോ? ഭാവിയെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക സമ്മർദ്ദം, അല്ലെങ്കിൽ രോഗം? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ഉള്ളിലെ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന നദി. യോഹന്നാൻ 14:27 ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. സങ്കീർത്തനം 46:8-9 തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമായിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. 11-ാം വചനം ഇപ്രകാരം പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. നമുക്ക് പലപ്പോഴും തോന്നും എല്ലാം നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കണം എന്ന്. പക്ഷെ ദൈവം നമ്മോട് 10-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. ഇത് യെശയ്യാ 41-ാം വചനവുമായി താരതമ്യം ചെയ്യുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സങ്കീർത്തനം 46 നമ്മെ പഠിപ്പിക്കുന്നത്, കൊടുങ്കാറ്റുകൾ വരും, ലോകം കുലുങ്ങും, പക്ഷേ ദൈവം നമ്മുടെ അഭയവും ശക്തിയുമാണ്. 46:1 പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. യേശുക്രിസ്തുവിലാണ് ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത്. അവൻ കുരിശിൽ മരണത്തെ വരിച്ചു. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം,
മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാവുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. യോഹന്നാൻ 16-33 തിരുവചനം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. മത്തായി 28-20 തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സങ്കീർത്തനം 46:11 ഇപ്രകാരം പറയുന്നു: സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഇന്ന് നിങ്ങളുടെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അഭയകേന്ദ്രത്തിലേക്ക് വരിക. അവൻ തന്നെയാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഉറവിടം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ ഭയങ്ങളും ആശങ്കകളും അവിടുത്തെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും ധൈര്യവും നൽകട്ടെ. കൊടുങ്കാറ്റിൻ്റെ നടുവിലും അവിടുന്ന് ഞങ്ങളുടെ കോട്ടയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.